10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഉപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 3 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു അര ഗ്ലാസ് തേങ്ങ ചേർക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരല്പം വെള്ളം ജാറിലൊഴിച്ച് അതോടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇത്രയുള്ള നമ്മുടെ ദോശയ്ക്ക് ഉള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരച്ച ഉടൻ തന്നെ നമുക്ക് തയ്യാറാക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഒരല്പം ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലിട്ട് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അല്പം നെയ്യ് തൂത്ത് കൊടുക്കാം. രാവിലെ നമുക്ക് എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നത്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൽ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ദോശ പോലെ അങ്ങനെ തിന്നാക്കി പരത്തണമെന്നില്ലത്. അതിനുശേഷം അടച്ച് വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഡ്രൈ ആയതിനു ശേഷം അതിന് മുകളിൽ അല്പം നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിടാം. ആ സൈഡും കുക്കായതിനു ശേഷം നമുക്കിതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചട്നിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഒരു റെസിപ്പിയാണിത്. ഇതിനെ ട്രൈ ചെയ്ത് നോക്കണം. അല്പം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. രാവിലെ ആലോചിച്ചിരിക്കാൻ നമുക്ക് വേറെ അരച്ചൊന്നുമില്ല, നമ്മുടെ കയ്യിൽ മാവൊന്നുമില്ല. പെട്ടെന്നൊരു തയ്യാറാക്കുന്ന ഒരു വിഭവമാണിത്. ഒരു ഗ്ലാസ് റവ കൊണ്ട് ഒരു 7-8 അപ്പത്തോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.